ഗൈസ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ചാനൽ മോണിറ്റൈസായി. മോണിറ്റൈസ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ഇപ്പോൾ യൂട്യൂബ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം എന്താ മോണിറ്റൈസ് ആകുക എന്നുള്ളത്. നമ്മുടെ ചാനലിലെ ഏർണിങ്സ് നമുക്ക് കാണാൻ നോക്കും. നമുക്ക് നമ്മുടെ നമ്മുടെ ഏർണിങ്സ് നമുക്ക് കിട്ടാൻ തുടങ്ങി എന്നുള്ളതാണ് മോണിറ്റൈസ് ആയി എന്നുള്ളതിൻ്റെ അർത്ഥം. ഓണസ്റ്റ്ലി ഈ ചാനൽ മോണിറ്റൈസ് ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല ഗൈസ്. ഇങ്ങനൊന്നും അങ്ങനെ മോണിറ്റൈസ് ആകണമെന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഇൻകം ഉണ്ടാക്കാമെന്നൊന്നും വിചാരിച്ച് തുടങ്ങിയതല്ല. ജസ്റ്റ് ഞാൻ ആക്ച്വലി വീഡിയോസ് ടിക്ടോക്കിലും റീൽസും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ എന്നാൽ യൂട്യൂബ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ യൂട്യൂബ് തമാശ രീതിയിൽ ആദ്യം ഇട്ട് തുടങ്ങിയതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി സീരിയസ് ആയിട്ട് എടുത്തത് ലാസ്റ്റ് 6 months ആയിട്ടാണ്. ലാസ്റ്റ് 6 months ആയിട്ട് ഞാൻ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് വീഡിയോ ഇടാൻ തുടങ്ങി. വീഡിയോയ്ക്കൊക്കെ റീച്ച് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ളൊരു മൂഡ് വരുന്നത്. അല്ലെങ്കിൽ ആദ്യമൊക്കെ ഇപ്പം ഈ ചാനൽ തുടങ്ങിയിട്ട് തന്നെ 2 വർഷമൊക്കെ കഴിഞ്ഞു. അന്ന് ആദ്യമൊക്കെ ഇടുന്നുണ്ട് ഒന്നുമില്ല, ചുമ്മാ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കും, അങ്ങ് ഇടും, ഒരു തമാശ രീതിയിൽ അങ്ങ് ഇടുമായിരുന്നു. അന്ന് വ്യൂസും ഇല്ല, കൂടിപ്പോയി 10 പേരൊക്കെ കാണും. 10 പേരൊന്നും കണ്ടാൽ പോരാ. അപ്പോൾ മോണിറ്റൈസ് ആകണമെങ്കിൽ മെയിനായിട്ട് നമുക്ക് 3 റിക്വയർമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന്, നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. 2, 4000 വാച്ച് അവേഴ്സ് വേണം. 4000 വാച്ച് അവേഴ്സ് നമുക്ക് തുടങ്ങിയ കാലം മുതൽ അല്ല, ഇൻ 12 months നമുക്ക് 4000 വാച്ച് അവേഴ്സ് വേണം. അതിൽ 4000 വാച്ച് അവേഴ്സ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ഒന്നുമല്ല ഗൈസ്. 4000 വാച്ച് അവേഴ്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ വീഡിയോയും മാക്സിമം ഒരു 10-15 അല്ലെങ്കിൽ മാക്സിമം 20 minutes ഒക്കെ ഉള്ളൊരു വീഡിയോ. അതപ്പോൾ എത്ര പേര് കണ്ടാൽ ഒക്കെ നമുക്ക് 4000 വാച്ച് അവേഴ്സ് നമുക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ അതത്ര ഈസി അല്ല. പിന്നെ ഈതർ ഇൻ 12 months നമുക്ക് 4000 വാച്ച് അവേഴ്സ് വേണം, അല്ലെങ്കിൽ 10 million ഷോർട്സ് വീഡിയോയുടെ 10 million വ്യൂസ് വേണം ഇൻ 90 days. ഇതിലേതെങ്കിലും ഒരു റിക്വയർമെൻറ്റ് നമ്മൾ മീറ്റ് ചെയ്താൽ മതി. അതിൽ ഞാൻ മീറ്റ് ചെയ്തത് ആക്ച്വലി 4000 വാച്ച് അവേഴ്സാണ് ഇൻ 12 months ഞാൻ മീറ്റ് ചെയ്തത്. പക്ഷേങ്കിൽ എനിക്ക് കൂടുതൽ അത്യാവശ്യം റീച്ച് കിട്ടുന്നത് ഷോർട്സ് വീഡിയോയ്ക്കായിരുന്നു. ബിക്കോസ് ഞാൻ ഷോർട്ട് വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റീൽ ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. അതെനിക്ക് അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു. പക്ഷേ 10 million ഒന്നും ഇല്ലായിരുന്നു, അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്ട് വീഡിയോയിലൂടെയാണ് നമുക്ക് അത്യാവശ്യം കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടിത്തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഈ ടിക്ടോക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ഒക്കെ തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതിനകത്തോട്ട് യൂട്യൂബിലോട്ട് എടുത്തിടാൻ തുടങ്ങി. അങ്ങനെ അത്യാവശ്യം റീച്ചൊക്കെ കിട്ടിത്തുടങ്ങി. പിന്നെ ഞാൻ മെയിൻ വീഡിയോസ് ഇടാൻ തുടങ്ങി, ലോങ്ങർ വീഡിയോസ് ഇടാൻ തുടങ്ങി. അതിൽ ലോങ്ങർ വീഡിയോസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ ഇവിടെയൊക്കെ പോകുന്നതും കൂടുതലും ഞാൻ ട്രാവൽ ചെയ്യുന്നതും ഒക്കെ. എവിടെയെങ്കിലുമൊക്കെ പോകുന്നതൊക്കെ ട്രാവൽ ചെയ്യുന്നത് കൂടുതൽ ഇടുന്നത്. ബിക്കോസ് ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ പക്ഷേ ട്രാവൽ വീഡിയോയ്ക്കൊന്നും എനിക്ക് അത്ര വലിയ റീച്ചൊന്നും ഇല്ലായിരുന്നു. റീച്ച് ഇല്ലാതിരിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വീഡിയോ വലിയ അടിപൊളി രീതിയിലൊന്നും അല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ ഒന്നും അത്ര നല്ലതല്ലെന്നുള്ളത് എനിക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് കഴിച്ചു. ഇപ്പോഴും അത് ഒരു രീതിയിലും കൊള്ളത്തില്ലെന്നുള്ളത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പക്ഷേങ്കിൽ എനിക്ക് റീച്ച് കിട്ടാൻ തുടങ്ങിയ വീഡിയോസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വർക്ക് വീഡിയോസാണ്. ബിക്കോസ് വർക്ക് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ, ആ എയർലൈൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഈ എയർക്രാഫ്റ്റിലൊക്കെ നമ്മൾ ജസ്റ്റ് വെളിയിൽ നിന്ന് കാണുന്നു, നമ്മൾ അകത്തോട്ട് കയറുന്നു, ഇത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള ഈ കാർഗോ എങ്ങനെ ലോഡ് ചെയ്യുന്നത്, കാർഗോ ഡോർ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്, ഇതൊന്നും അറിയത്തില്ല ഗൈസ്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് എനിക്ക് റീച്ച് കിട്ടാൻ തുടങ്ങി. പക്ഷേ എനിക്ക് അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് വീഡിയോ ഇടാനൊക്കത്തില്ല. ബിക്കോസ് വർക്കിനകത്ത് നമുക്ക് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന, ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതൊരു ഫണ്ണി രീതി ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ നല്ല ഹെവി ജോബാണ് ഗൈസ്. നമുക്കപ്പോൾ അങ്ങനെ അത്രയും എന്താ പറയുന്നത്, അങ്ങനെ നമുക്ക് വർക്ക് വീഡിയോ റെഗുലറായിട്ടൊന്നും ഇടാനൊക്കത്തില്ല. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അത് തന്നെയല്ല, ഞാൻ ഇടുന്ന വർക്ക് വീഡിയോയ്ക്ക് ഒരു കണ്ടിന്യൂറ്റി ഇല്ലെന്നുള്ളത് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ബിക്കോസ് നമ്മളങ്ങനെ എല്ലാം വളരെ വ്യക്തമായിട്ടൊന്നും നമുക്ക് പറഞ്ഞൊന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ആ ഒരു രീതിയിൽ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഇത് കാണിക്കുന്നു, അത് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കുന്നു, ജസ്റ്റ് ആ ഒരു രീതി എഡിറ്റ് ചെയ്തെടുക്കുന്നുണ്ടെന്നാണ് അത് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത്. അല്ലാതെ നമുക്കങ്ങനെ റെഗുലറായിട്ടൊന്നും വർക്ക് വീഡിയോ ഇടാനൊക്കത്തില്ല. അങ്ങനെ വർക്ക് വീഡിയോയ്ക്കാണ് അത്യാവശ്യം റീച്ച് കിട്ടി തുടങ്ങിയത്. പിന്നെ എന്നോട് പലരും പറഞ്ഞു ഇതുപോലെ കാനഡയിലെ ഇൻഫർമേഷൻസ് അതൊക്കെ ചോദിച്ചു തുടങ്ങി. അങ്ങനെയുള്ള വീഡിയോസ് ഇടാൻ തുടങ്ങി, അതിനും റീച്ച് കിട്ടി തുടങ്ങി. അങ്ങനെ പയ്യെ നമ്മുടെ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല റീച്ച് വന്നു തുടങ്ങി. കഴിഞ്ഞ 6 months ആയിട്ട് ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല റീച്ച് വന്നു തുടങ്ങി. പിന്നെ ഷോർട്ട് വീഡിയോസ് ഞാൻ പറഞ്ഞില്ല, ഷോർട്ട് വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ടിക്ടോക്കൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന വീഡിയോ എടുത്ത് ഇങ്ങോട്ട് ഞാൻ ഇടും, യൂട്യൂബിലോട്ട് ഇടും. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ഒരുപാട് ഹെൽപ്പ് വന്നിട്ടുണ്ട് എനിക്ക് ചാനലിന് റീച്ച് കിട്ടാനും സബ്സ്ക്രൈബർ കൗണ്ട് കൂട്ടാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നും ചെയ്യാതിരുന്ന് എനിക്ക് ഇത്രയൊക്കെ സെറ്റായിട്ട് ഒരു ചാനൽ മോണിറ്റൈസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡെഡിക്കേഷൻ ഉള്ള ഒരാൾ, അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടന്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് നല്ല രീതിയിൽ ഏൺ ചെയ്യാനൊക്കെ ഗൈസ്, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ടൊരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാം. എനിക്കിപ്പോൾ അത്രയൊന്നും ചെയ്യാനൊന്നും ഒക്കത്തില്ല, എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്രത്തോളം ഒക്കെ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഗൈസ്.
അപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം, ഇതാണ് സംഭവം. നമ്മൾ 4000 വാച്ച് അവേഴ്സ് ഇൻ 12 months ഞാൻ കംപ്ലീറ്റ് ചെയ്തു. റീസെൻ്റ്ലി നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയെന്നുള്ള കാര്യം ഞാൻ പറയുകയും ചെയ്തു. ഇത് കഴിയുന്നുണ്ട് യൂട്യൂബ് നമ്മളെ ഇമെയിൽ ത്രൂ നമ്മളെ ഇൻഫോം ചെയ്യും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയെന്നുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു മെയിൽ വരും, നമ്മുടെ വീട്ടിലോട്ടൊരു മെയിൽ വരും. ആ മെയിൽ വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവമൊക്കെ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയായിരിക്കാം ഇവർ ഈ മെയിൽ അയക്കുന്നത്. അങ്ങനെ മെയിലും വന്നു. ഇപ്പോൾ നമ്മുടെ ചാനൽ അങ്ങനെ ഒരു മോണിറ്റൈസ്ഡ് ചാനലായി ഗൈസ്. ഇപ്പോൾ എനിക്ക് കാണാൻ നോക്കും എൻ്റെ ഏർണിങ്സ് എത്ര ആണെന്നുള്ളത്. ഏർണിങ്സ് ഇപ്പോൾ നമുക്കൊരു $5 ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അത് നമ്മുടെ ആ ഒരു വ്യൂ കൂടുന്നതിനനുസരിച്ചായിരിക്കും ഓരോ ഡോളറും ഓരോ സിംഗിൾ പെനിയും നമ്മൾ അതിനകത്ത് കൗണ്ട് ആകുന്നത്. അപ്പോൾ ഇപ്പം എനിക്ക് കാണാനൊക്കെ ഞാൻ ആക്ച്വലി ഒന്നും ഇതൊരു വിഡ്രോ ചെയ്തില്ല. $100 ആയാലേ നമുക്ക് വിഡ്രോ ചെയ്യാനൊക്കത്തില്ല. ഇപ്പോൾ എൻ്റെ എക്സാക്ട് ഏർണിംഗ് എത്ര ആണെന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. ബിക്കോസ് അത് യൂട്യൂബിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എഗനസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയൊന്നും പറയാനൊക്കത്തില്ല. അതുകൊണ്ടാണ് പലരും പറയാത്തത്. പക്ഷേ ഞാൻ ഈ ആദ്യമൊക്കെ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസ് നോക്കും എങ്ങനെയാണ് ഇതിൻ്റെ ഏർണിങ്സ്, എന്തോ സംഭവം. പക്ഷെ അത് ക്ലിയറായിട്ട് ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല എങ്ങനെയാണെന്നുള്ളത്. അത് ചിലപ്പോൾ ഈ യൂട്യൂബിൻ്റെ റൂൾസ് എഗനസ്റ്റ് ആയതുകൊണ്ടായിരിക്കും പല വീഡിയോസിലും ഒരു വീഡിയോയിൽ പോലും ആരും കറക്റ്റായിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ചാനൽ മോണിറ്റൈസ് ആകേണ്ടത്. പക്ഷേ ഇതൊരു പ്രൊഫഷനായിട്ട് എടുത്ത് നല്ല രീതിയിൽ എല്ലാ ഡെയിലി വീഡിയോസൊക്കെ ഇടാവുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു സംഭവമാണ്. പക്ഷേ ട്രാവൽ വ്ളോഗിന് അത്യാവശ്യം നല്ല ചിലവുണ്ട്. അതുകൊണ്ട് ട്രാവൽ വ്ളോഗ് അതുകൊണ്ടായിരിക്കാം പലരും ചെയ്യാത്തത്. പക്ഷേ ഒരുപാട് ഇൻഫർമേറ്റീവ് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഇൻഫർമേഷൻ അത് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. ഈ പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന സംഭവം ഒരു വലിയ സംഭവമാണ് ഗൈസ്. അത് ഒട്ടും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ അതേസമയം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് ഈ ഇൻഫർമേറ്റീവ് വീഡിയോസൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന പലരും ഉണ്ട്. പക്ഷെ അങ്ങനെ ഇൻഫർമേറ്റീവ് വീഡിയോസ് എന്ന് പറയുമ്പോൾ വേറെ ചിലവുകളൊന്നുമില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിനൊരു ക്ലാരിറ്റി വേണം. ക്ലാരിറ്റിക്ക് വേണമെങ്കിൽ നമ്മൾ നല്ല ഫോൺ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ കൂടുതലും എൻ്റെ വീഡിയോസ് അത്യാവശ്യം റീച്ച് കിട്ടി തുടങ്ങിയത് ഞാൻ GoPro യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. ബിക്കോസ് നമ്മൾ നടന്ന് അല്ലെങ്കിൽ ട്രാവലൊക്കെ ചെയ്യുന്നുണ്ട് ഫോണിൽ വീഡിയോ എടുക്കാൻ വലിയ ബുദ്ധിമുട്ട്. GoPro ആകുന്നുണ്ട് നമുക്ക് സ്വിച്ച് ചെയ്യാനും ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ഒക്കെ സ്വിച്ച് ചെയ്യാനൊന്നും വിഷമമില്ല. ഫോണിലാണെങ്കിൽ അങ്ങനെ അത്ര ഈസി അല്ല, അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല അത് സംഭവം. അപ്പോൾ അങ്ങനെ GoPro യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് അത്യാവശ്യം എൻ്റെ ക്ലാരിറ്റി ഒന്ന് മെച്ചപ്പെട്ടത്. പിന്നെ ആ ഒരു സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊന്ന് സെറ്റായത്. പിന്നെ ഇപ്പോഴും സംഭവം അത്ര ക്ലിയർ അല്ല. പക്ഷേ എന്നാലും ആ GoProയുമായിട്ട് ഞാനൊരു നല്ല യൂസ്ഡ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമില്ല. എന്നോട് പലരും ആദ്യമൊക്കെ പറഞ്ഞ് സ്ക്രിപ്റ്റ് എഴുതി എൻ്റെ ഒരൊറ്റ വീഡിയോ സ്ക്രിപ്റ്റഡ് അല്ല ഗൈസ്. എനിക്കങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യാൻ അറിയത്തില്ല. ഞാനിങ്ങനെ ചുമ്മാ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങ് പോകുന്നെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ആ ഒരു സംഭവം ശരിയാകാത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ നമുക്ക് അത്രയ്ക്കുള്ള ടൈമൊന്നുമില്ല ഇതിനു വേണ്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റൊക്കെ എഴുതി വീഡിയോ ഒക്കെ ചെയ്യാനും മാത്രം നമ്മളെ കൊണ്ട് ഒക്കുന്നില്ല. അതിനും അത്രത്തോളം ഒക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും ഗൈസ്. ഞാൻ എനിവേസ് വളരെ ഹാപ്പിയാണ്. ഇനിയും ഈ മോണിറ്റൈസേഷൻ പ്രോസസ്സിങ് എങ്ങനെയാണെന്നുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാനത് പറഞ്ഞുതരാം. എനിവേസ് താങ്ക് യു സോ മച്ച് ഗൈസ്. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി, നമുക്ക് ഏർണിങ്സ് കിട്ടിത്തുടങ്ങി. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലരും എന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. ഇതുപോലെ ചെയ്യുന്ന ഇപ്പോൾ ചുമ്മാ ഞാൻ എന്തൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അടിപൊളിയാന്ന് പറയുന്നതിനകത്തല്ല കാര്യം, അതിനകത്ത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനകത്താണ് കാര്യം. അങ്ങനെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു എഡിറ്റിങ് ശരിയല്ല, ഇത് ഇപ്പോഴും സംഭവം ശരി. എനിക്ക് പലരും എഡിറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷെ അവരോടൊക്കെ എനിക്കിത് എങ്ങനെ അയച്ചു കൊടുക്കേണ്ടത് അതിനൊന്നും സമയമൊന്നും കിട്ടാറില്ല. അപ്പോൾ അവരോടൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് ഗൈസ്. എനിവേസ് കീപ് സപ്പോർട്ടിങ്. നമ്മളിത് പൊളിക്കും ഗൈസ്. ഇനിയും പൊളിച്ചടുക്കും. ഇനി അടിപൊളി വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. യൂഷ്വലി ഞാനൊരു ജാനുവരിയിൽ എല്ലാ വർഷവും ഞാനൊരു വെക്കേഷൻ എടുക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ജോലി വിട്ട് നിൽക്കാൻ ഒക്കാത്തൊരവസ്ഥയായതുകൊണ്ട് ഈ വർഷം എടുത്തില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ പ്ലാൻ ഇപ്പോഴും ഓണാണ് ഗൈസ്. മിക്കവാറും ഒരു മാർച്ച് ഏപ്രിലിലേക്ക് ഞാൻ ചിലപ്പോൾ ഒരു ചെറിയ വെക്കേഷനൊക്കെ എടുക്കും. അതിനിടയ്ക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകും. ഇതുപോലെ കാൽഗറി ടൊറൻറ്റോ ഒക്കെ പോകുന്നതൊക്കെ നമ്മൾ വീഡിയോ എടുക്കും. ഇനി പോകുന്നതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ചാൽ ഇടണമെന്ന് എനിക്ക് വളരെയധികം നിർബന്ധമുണ്ട്. പക്ഷേ ഷോർട്സ് മിക്കവാറും ഞാൻ ഇടും. ബിക്കോസ് ഷോർട്സ് ചെയ്യാൻ ടിക്ടോക്കിലൊക്കെ പെട്ടെന്ന് ഷോർട്സ് എടുക്കാൻ എനിക്കും ഇഷ്ടവുമാണ്. എനിക്കതിന് ടൈമും എടുക്കത്തില്ല. ബിക്കോസ് പ്രത്യേകിച്ച് ഈ കോമഡി ഫിലിം ക്ലിപ്സ് മൂവിയിലെ ക്ലിപ്സൊക്കെ ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് ഞാൻ ചെയ്യും. അപ്പോൾ റോബിക്കാറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ടൊരു
ഇൻസ്റ്റാഗ്രാം ചാനലും ഉണ്ട് എനിക്ക്. ആ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ. പിന്നെ അതുപോലെ തന്നെ പലരും എന്നോട് മറ്റേ എയർ കാനഡയുടെ റെഫറൻസിന് വേണ്ടി എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതെനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു കാര്യമാണ്. കാനഡയിലുള്ള ആരെങ്കിലും എയർ കാനഡയുടെ റെഫറൻസ് വേണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റൈറ്റ് അവേ ഞാൻ ചെയ്തു തരാം. അതൊരു വിഷമമില്ലാത്തൊരു കാര്യമാണ്. എയർ കാനഡ ഇപ്പോൾ ഹയറിങ് ഉണ്ട്, ബട്ട് സ്റ്റിൽ പഴയതുപോലല്ല, ഭയങ്കര ടൈറ്റാണ് കിട്ടുക എന്നുള്ളത്. ബിക്കോസ് ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ട്, എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അവർ കൗണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ റെഫറൻസ് തരാം ഗൈസ്. പിന്നെ വലിയൊരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ടെമ്പററി 30 ഡേയ്സിലേക്ക് താരിഫ് പോസ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഗൈസ്. അത് നമ്മൾ കാനേഡിയൻസിനെയും അമേരിക്കൻസിനെയും മെക്സിക്കൻസിനെയും ഒക്കെ സംബന്ധിച്ച് അതൊരു വളരെ സന്തോഷം, ലോകമെമ്പാടും അത് വളരെ സന്തോഷം തരുന്നൊരു ഒരു ന്യൂസാണ്. ബിക്കോസ് ഈ താരിഫൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ട്രേഡ് വാറിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ലോകം മൊത്തത്തിൽ അതൊരു വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. പ്രത്യേകിച്ച് ഈ കാനഡ അമേരിക്ക ഇഷ്യൂസ് വരുന്നുണ്ട്. കാനഡയ്ക്കും അമേരിക്കയ്ക്കും വിഷമം ഉണ്ടാകും, ബട്ട് സ്റ്റിൽ കാനഡയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ അത് എഫക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ തന്നെ കാനഡയുടെ 75% ഓഫ് റിസോഴ്സസും നമ്മൾ സെല്ല് ചെയ്യുന്നത് അമേരിക്കയ്ക്കാണ്. അപ്പോൾ നമ്മുടെ ഒരു മേജർ ട്രേഡ് പാർട്ട്ണറാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് രണ്ട് കൺട്രിക്ക്, ഓഫ്കോഴ്സ് കാനഡ ആൻഡ് അമേരിക്ക അത് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. ബട്ട് അമേരിക്കക്കാട്ടി കൂടുതൽ എഫക്ട് ചെയ്യുന്നത് നമ്മളെ ആയിരിക്കും, കനേഡിയൻസിനെ ആയിരിക്കും. അപ്പോൾ അതൊരു വളരെ ഒരു സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമാണ്. പക്ഷേ അതിനകത്ത് എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. ബോർഡർ സർവീസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി 1.3 ബില്യൺ കനേഡിയൻസ് മുടക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചർച്ചയൊക്കെ ഇപ്പോൾ നടക്കുമായിരിക്കും. ഇന്നിപ്പോൾ ഒരു 1 hour ആയതേ ഉള്ളൂ ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്തിട്ട്. അപ്പോൾ അതൊരു വളരെ സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമാണ്. പിന്നെ പലരും എന്നോട് ഇമിഗ്രേഷൻ്റെ കാര്യമൊക്കെ ചോദിച്ചാൽ എന്നോട് സംസാരിക്കാറുണ്ട്. എനിക്ക് അറിയത്തില്ല ഇമിഗ്രേഷൻ്റെ സംഭവമൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്, ബട്ട് ടോട്ടലി എല്ലാം വളരെ സ്ലോ ആണ്. പിന്നെ IRCCയിൽ ഒരു 3000 എംപ്ലോയീസിൻ്റെ ലേ ഓഫ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. IRCCയിൽ ഓൾറെഡി അവർക്ക് മില്യൺസ് ഓഫ് ആപ്ലിക്കേഷൻസ് അവിടെ കെട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ ഒരു ലേ ഓഫ് ഉണ്ടാകും എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഇമിഗ്രേഷൻ ടോട്ടലി സ്റ്റോപ്പ് ചെയ്യാൻ തന്നെ ആയിരിക്കും അവരുടെ ഒരു ഉദ്ദേശം. ബിക്കോസ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ US കാനഡ ബോർഡർ സ്ട്രെങ്തൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിലുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനെ എത്രയും പെട്ടെന്ന് ഇവർ പുറത്താക്കണം, അല്ലെങ്കിൽ ഇവർ വീണ്ടും US പോകും. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട്. അത് അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ആയിരിക്കും മിക്കവാറും ട്രംപും ജസ്റ്റിൻ ട്രൂഡോയുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് കാനഡയും ഇതുപോലെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കാനുള്ള എല്ലാ നടപടികളും എടുക്കും. അപ്പോൾ അതൊന്നും പറയാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി ഗൈസ്, നമുക്ക് ഏർണിങ്സ് കിട്ടി തുടങ്ങി. നമ്മളിനി പൊളിച്ചടിക്കും ഗൈസ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കീപ് സപ്പോർട്ടിങ്. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ റോബിക്ക ടെക്കി സൈനിങ് ഓഫ്. വീണ്ടും റോബിക്ക ടെക്കി. താങ്ക് യു സോ മച്ച്.